ഹലോ ഗൈസ്, ഞാൻ ഇന്ന് ചെറിയൊരു പൂരത്തിന് വന്നിരിക്കുകയാണ് കേട്ടോ. പൂരം ചെറുതാണെങ്കിലും നമ്മുടെ ആനക്കേരളത്തിലെ വമ്പന്മാരെല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. വണ്ടി നിർത്തിയിട്ട് പാടത്ത് കൂടെ കുറച്ച് ദൂരം നടക്കാനുണ്ടായിരുന്നു കേട്ടോ. ആദ്യം തന്നെ ഞാൻ അമ്പലത്തിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ പോയത്. പാടത്തിൻ്റെ ഒക്കത്തുള്ള ചെറിയൊരു ഭദ്രകാളി ക്ഷേത്രം എത്തിയ പാടന്നെ നല്ലൊരു മേള ആസ്വദിക്കാൻ പറ്റിയിട്ടാ. മേളം കണ്ട് പുറത്തിറങ്ങിയപ്പോഴേക്കും കൊമ്പന്മാരൊക്കെ വന്നു തുടങ്ങിയിരുന്നു കേട്ടോ. അത് ഗൈസ്, നമ്മുടെ രാമന്റെ എൻട്രി കാണിച്ചിട്ടെ. 4 കൊമ്പന്മാരുടെ അകമ്പടിയോട് കൂടി വളരെ രാജകീയമായിട്ട് തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ രാമരാജാവിൻ്റെ വരവ്. രാമന്റെ വരവ് കഴിഞ്ഞപ്പോഴേക്കും നവാസ് മാമന് നോമ്പ് തുറക്കാനുള്ള സമയമായി. അടുത്ത് കണ്ട കടയിൽ നിന്ന് ബ്രെഡ് ഓംലെറ്റും വാട്ടർമെലൺ ജ്യൂസും വാങ്ങിയിട്ട് ഞങ്ങൾ നോമ്പ് തുറന്നു കേട്ടോ. 5 ബ്രെഡ് ഓംലെറ്റും വാട്ടർമെലൺ ജ്യൂസും വാങ്ങിയപ്പോഴേക്കും 2 മന്തി മേടിക്കാനുള്ള പൈസ കിട്ടാം. ഗ്യാസിൻ്റെ കുറവുകൊണ്ടായിരിക്കും കഴുത്തറപ്പാണെങ്കിലും ഞങ്ങൾ തർക്കിക്കാനൊന്നും നിന്നില്ല കേട്ടാ. പിന്നെ അപ്പുറത്തെ കടയിൽ നിന്ന് ഒരു കോളിഫ്ലവർ വാങ്ങിച്ചു കേട്ടാ. അത് കഴിച്ച് തിരിഞ്ഞപ്പോഴേക്കും നമ്മുടെ കാളിദാസൻ്റെ ഒരു 1.5 വരവായിരുന്നു കേട്ടാ. പിന്നാലെ തന്നെ നമ്മുടെ പാമ്പാടി എത്തിയിട്ടാ. പൂരം മുറുകിയപ്പോൾ പിന്നെ എൻ്റെ സ്റ്റെപ്പുകളായിരുന്നു കേട്ടാ. നവാസ് മാമന് കൂടി കൂടിയ പടി പൊളിയിട്ടാ. കൂട്ടെഴുന്നള്ളിപ്പ് തുടങ്ങിയപ്പോഴേക്കും എല്ലാവരും ഒറ്റ ആനേനെ ഫോക്കസ് ചെയ്തായിരുന്നു കേട്ടോ. ആനയുടെ പേര് നോക്കിയപ്പോൾ അമ്പാടി ബാലൻ. ആളുടെ കൊമ്പ് തൊട്ടപ്പോഴേക്കും ആള് തലയുയർത്തി നിൽക്കായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അത് കഴിഞ്ഞ് നമ്മുടെ ആനക്കേരളത്തിലെ വമ്പന്മാരായ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, പാമ്പാടി സുന്ദരൻ, ഊട്ടോളി അനന്തൻ, ചിറക്കൽ കാളിദാസൻ, പുതുപ്പള്ളി കേശവൻ, പാമ്പാടി രാജൻ, പൂക്കൻസ് കുഞ്ചു, അമ്പാടി ബാലൻ തുടങ്ങിയവർ അണിനിരന്ന കൂട്ടെഴുന്നള്ളിപ്പും കണ്ടുട്ടാ. പിന്നെ ഒരു പാക്കറ്റ് കപ്പലണ്ടി വാങ്ങി കഴിച്ചുട്ടാ. അതും കഴിഞ്ഞ് ഒരു ഐസ്ക്രീമും കഴിച്ച് നേരെ വീട്ടിലേക്ക് വിട്ടുട്ടാ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ.